സൈലം ഇറ്റ്സ് മീ വിജിയർ. പേടിച്ചോടാ ഇല്ല. ഓക്കെ, അപ്പൊ നാളെ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ പരീക്ഷ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ്, നിങ്ങളെ ക്രിസ്മസിലെ ലാസ്റ്റ് എക്സാം ആണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സിലെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ വകകളും ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിലോട്ട് ഉണ്ടാക്കി തരാം. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കണ്ട് കേട്ടിട്ടാണ് നിങ്ങൾ വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നാളെ ലാസ്റ്റ് പരീക്ഷയാണല്ലോ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകൾ എന്നൊക്കെ സാറിനോട് എന്ത് ചെയ്യുക, നേരിട്ട് തന്നെ പറയാം. സാറിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ് ഈ ഒരു ഐ ഡി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ ഞാൻ റീപ്ലൈ മാക്സിമം ഞാൻ കൊടുക്കാറുണ്ട്. ചില എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് ഒരുപാട് വരുന്ന സമയത്താണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സാറോട് ഈ ഒരു ഐ ഡിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക പറയട്ടോ. അപ്പോൾ നമുക്ക് ഇനി സമയം കളയണ്ട, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. നമുക്ക് നോക്കാം ഏതാണ് ആ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് സാധനം. ഫസ്റ്റ് പോർഷൻ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരടാ. ഇതാണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ, വെറുതെ വായിക്കരുത്, മനസ്സിലാക്കി വായിക്കടാ. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് 12 സൈഡഡ് പോളിഗൺ? 12 സൈഡുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? ഈ ചാപ്റ്ററിലെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 12 പോളിഗൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഈ പോളിഗൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം അല്ലെ. വേഗം ചെയ്യണം, ഇത് മുഴുവൻ കാണണം മക്കളെ നിങ്ങൾ കേട്ടോ. ചോദ്യം ഞാനും ചെയ്ത് കാണിച്ചു തരാം. വാട്ട് ഈസ് ദ സം ആണ് കാണാൻ പറഞ്ഞത്. അതായത് 12 സൈഡ്സ് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാണ് കാണാൻ പറഞ്ഞതെങ്കിൽ മക്കൾ മനസ്സിലാക്കി വെച്ചു. ഒരു ഇക്വേഷൻ ഉണ്ട്, സം ഓഫ് ആംഗിൾസ് കാണണമെങ്കിൽ n-2 × 180. അതായത് ഒന്നാമത്തെ ഉത്തരം കോണുകളുടെ തുക, അതായത് ആംഗിൾസിന്റെ സമ്മ് കാണണമെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ്. ഇതൊക്കെ ഒരുപാട് നിങ്ങൾ പഠിച്ചതായിരിക്കും. n-2 × 180 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ ഒരേ പൊളി നമുക്ക് ആ ഒരു എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് 12 സൈഡാണുള്ളത്. വേഗം എന്ത് ചെയ്യുക, എത്ര സൈഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു പോളിഗണിന്, ഒരു ബഹുഭുജത്തിന് എത്ര വശങ്ങൾ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന് 2 കുറച്ച് 180 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 12 വശങ്ങൾ, 12 സൈഡ്സ് ആണുള്ളത്. അപ്പൊ 12ആയ നമ്പറിനോട് ഒരു 2 കുറയ്ക്കുക. 12ന്ന് 2 കുറച്ച് ഒരു 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഗുണിക്കാൻ മറക്കല്ലേ, ഒന്ന് 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ 10 × 180, 10 × 180 എത്രയാ നിങ്ങൾക്ക് അറിയാലോ. 180 എഴുതിയിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഉത്തരം കിടിലം. ഏതാ ആൻസർ? 1800 ആണ്. അതായത് 12 സൈഡുകളുള്ള ഒരു പോളിഗൺ ബഹുഭുജത്തിന്റെ ആംഗിളിന്റെ, അതായത് കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 12ന്ന് 2 കുറയ്ക്കുക, 180 കൊണ്ട് ഗുണിക്കുക. അതാ പരിപാടി, അത്രേ ഉള്ളൂ. ഇപ്പൊ 20 ആണെങ്കിലോ 20ന്ന് 2 കുറയ്ക്കുക, 180 കൊണ്ട് ഗുണിക്കുക. 30 സൈഡ് ആണെങ്കിലോ 30ന്ന് 2 കുറയ്ക്കുക, 180 കൊണ്ട് ഗുണിക്കുക. എത്ര വശങ്ങൾ വേണമെങ്കിലും, എത്ര സൈഡ്സ് വേണമെങ്കിലും വന്നോട്ടെ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. 2 കുറയ്ക്കുക, 180 കൊണ്ട് ഗുണിക്കുക. നമ്മുടെ ഉത്തരം കിടിലം 1800. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് പോളിഗൺ വിത്ത് 1 സൈഡ് മോർ? ഒരു വശം കൂടി കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ചോദിച്ചത്? കോണുകളുടെ തുക. അത് സിമ്പിൾ ആണ്. ഇവിടെ 12 വശങ്ങളാണുള്ളത്. ആ 12ന് പകരം നിങ്ങൾ എത്രയാ കൊടുക്കുക? 13 കൊടുക്കുക. അപ്പൊ 13ന്ന് 2 കുറച്ച് 180 കൊണ്ട് ഗുണിച്ചാൽ ആ സാധനം കിട്ടും. പക്ഷെ ഞാനൊരു എളുപ്പവഴി പറയട്ടെ നിങ്ങളോട്. ഇവിടെ ഒരു വശം കൂടി എന്നല്ലേ പറയുന്നത്. ഒരു സൈഡ് കൂടുക എന്ന് പറയുമ്പോൾ ഒരു 180 കൂട്ടിയാൽ മതി എന്നാണ് അർത്ഥം. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ വേഗം അതിന്റെ ഒരു ഉത്തരം കിട്ടും കേട്ടോ. അതായത് ഇപ്പൊ 1800 ആണല്ലോ 12 സൈഡ് ഉള്ളത്. അപ്പൊ 12 സൈഡ് 12 വശങ്ങൾ ഉള്ളതിന് 1800 ആണെങ്കിൽ ഒരു വശം കൂടുക എന്ന് പറഞ്ഞാൽ ഒരു വശം കൂടിയാൽ ശരിക്കും 13 - 2, 13ന്ന് 2 കുറച്ച് 180 കൊണ്ട് ഗുണിച്ചാൽ മതി, സാധനം കിട്ടി. പക്ഷെ അതിനേക്കാളും നല്ലതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സൈഡാണ് കൂടുന്നതെങ്കിൽ 1800 + 180, ഒരു 180 ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ 2 സൈഡ് ആണെങ്കിലോ 2 180, അതായത് 360 കൂട്ടേണ്ടി വരും. അപ്പൊ ഒരു സൈഡ് ആയതുകൊണ്ട് 180. അപ്പൊ 1800 180 കൂടെ കൂട്ടിയാൽ എത്ര വരും? 1980 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1980 ഡിഗ്രി. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് ആണല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ പോയാലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ടൊന്ന് വായിച്ചോ കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചേ. എന്താ ക്വസ്റ്റ്യൻ? ഒരു സമബഹുഭുജത്തിന്റെ ഒരു ആന്തരകോൺ 135 ഇത് വേറൊരു മോഡൽ ടൈപ്പ് സാധനമാണ് കേട്ടോ. നേരത്തെ ടൈപ്പ് സാധനം അല്ല, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതാ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചോക്കടാ. ഒരു സമബഹുഭുജത്തിന്റെ ആന്തരകോൺ എന്ന് പറഞ്ഞാല് ഒരു റെഗുലർ പോളിഗൺ. എന്താ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാല് എല്ലാ സൈഡ്സുകളും ഈക്വൽ ആയിട്ട് എല്ലാ വശങ്ങളും തുല്യമായിട്ട് വരുന്ന ഒരു ബഹുഭുജം പോളിഗണയാണ് നമ്മൾ റെഗുലർ പോളിഗൺ, അതായത് സമബഹുഭുജം എന്ന് പറയാം. അതിന്റെ ഒരു ആന്തരകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്നർ ആംഗിൾ 135. സിമ്പിൾ ആ മക്കളെ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് ചോദ്യം ഒന്ന് വായിച്ചേ. എന്താ ചോദിച്ചേ? ഒരു പുറം കോണിന്റെ തുക. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പുറം കോണിന്റെ തുക ചോദിച്ചാലും അകം കോണിന്റെ തുക ചോദിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുക, ആന്തരവും പുറവും അല്ലെ, അതായത് ഇന്നറും ഔട്ടറും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും കേട്ടോ. അതായത് ഇവിടെ ആന്തര കോൺ 135, അതായത് ഇന്നർ ആംഗിൾ 135 ആണെങ്കിൽ ഔട്ടർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 180 ഈ 135 കുറച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാലോ 180 135 കുറച്ചാൽ എത്രയാണ്? നിങ്ങൾക്ക് അറിയാം എത്രയാ? 40 45 ആണ്. 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എത്ര തന്നെ ഡിഗ്രി ആണെങ്കിലും മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇത്രയേ ഉള്ളൂ. 180 കുറച്ചാൽ നമുക്ക് ഔട്ടർ ആംഗിൾ പുറം കോണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ ചോദ്യം നന്നായി വായിച്ച്, ഈ സമബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഈ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവർത്തിച്ചിട്ടുള്ളത്. ഈ പരീക്ഷയ്ക്കും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്ത് തന്നെ ചോദ്യമാണെങ്കിലും അവിടെ പുറം കോൺ, അതായത് ഔട്ടർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ സം ഇല്ലേ, അതായത് പുറം കോണുകളുടെ തുക, ആകെ പുറം കോണുകളുടെ തുക എത്രയായിരിക്കും എന്നറിയോ? ഔട്ടർ ആംഗിളിന്റെ സമ്മ് എപ്പോഴും എത്രയും വരിക? 360 ആയിരിക്കും. അതിലൊരു ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് 45 അല്ലേ. അപ്പോൾ എത്ര വശങ്ങളുണ്ടെന്ന് കാണാനോ ഒന്ന് ആലോചിച്ച് നോക്കുക. 360 ഉണ്ട്. അപ്പൊ 45 റുപ്യ, 360 രൂപങ്ങൾ അതിലുണ്ട്. അതിൽ 45 റുപ്യ ഇങ്ങനെ കുട്ടികൾക്ക് തന്നെ വീതിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടുമോ? അതാണ് ലോജിക്ക്. നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട, അതിലേക്ക് പോകണ്ട. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പുറം കോണുകളുടെ തുക, അതായത് ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 360 ആയിരിക്കും. ആ 360 നിന്ന് ഈ ഒരു ഔട്ടർ ആംഗിൾ എത്ര അറിയാലോ? 45. 360 ഡിവൈഡ് ബൈ 45 ചെയ്താൽ മതിയടാ. 360 ഡിവൈഡ് ബൈ 45 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 360 ഡിവൈഡ് ബൈ 45 എത്രയാണെന്ന്. അതൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 8 ഡിഗ്രി ആയിരിക്കും. സോറി, 8 സൈഡ്സ് ആയിരിക്കും. 8 ഡിഗ്രി അല്ല, വശങ്ങളല്ലേ കാണാൻ പറഞ്ഞേ. വശങ്ങൾ 8 വശങ്ങൾ 8 സൈഡ്സ് ആയിരിക്കും കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്ത് ചോദ്യം തന്നെ ആയിക്കോട്ടെ, ഔട്ടർ ആംഗിൾ പുറം കോൺ ഉണ്ടെങ്കിൽ 360 കൊണ്ട് ഹരിച്ചാൽ വശം കിട്ടും. 360 ഹരിക്കണം വശം. അത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും 360 ഹരിക്കണം ആ പുറം കോണ്. അത്രേ ഉള്ളൂ. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം, അപ്പൊ നിങ്ങൾ വേറെ ലെവൽ അവിടെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ട് വായിച്ചാൽ നിങ്ങളുടെ തലക്കുള്ളിൽ ഞാൻ കയറ്റി തരാം. ചോദ്യം വായിച്ചു നോക്ക്. ചോദ്യം വായിച്ചേ. സിമ്പിൾ ആണ്. ഇൻ എ പോളിഗൺ വിത്ത് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതൊരു റെഗുലർ പോളിഗൺ, സമബഹുഭുജം തന്നെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ബഹുഭുജത്തിന്റെ അകം കോണിന്റെ അളവ് 144. അങ്ങനെയാണെങ്കിൽ ഈ ബഹുഭുജത്തിന്റെ ഒരു പുറം കോണിന്റെ അളവ് എത്ര? ഒരു പുറം കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചത്. ഒരു പുറം കോണിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാ? എ പാർട്ടൊക്കെ കാണാൻ എന്ത് സുഖാടോ. പുറം കോണായിക്കോട്ടെ അകം കോണായിക്കോട്ടെ, അവിടെ തന്ന സാധനം എന്താ? ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട്, അതായത് ഉള്ളിലുള്ള കോണ് തന്നിട്ടുണ്ട്. ഉള്ളിലുള്ള കോൺ എന്ന് പറഞ്ഞാൽ 144 ആ 144 എന്ത് ചെയ്താൽ മതി? 180 കുറച്ചാൽ മതി. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതാം? ഓക്കെ, ഇതൊന്ന് വായിച്ചാട്ടെ. ഓക്കെ, എങ്ങനെ നമ്മൾ എഴുതാന്നറിയോ? സിമ്പിളാണ്, എഴുതാൻ സിമ്പിളാണ്. അതായത് നേരത്തെ മാതിരി തന്നെ പുറം കോണിന്റെ അളവാണ് കാണാൻ പറഞ്ഞത്. പുറം കോൺ, അതായത് ഔട്ടർ ആംഗിൾ. എപ്പോഴും ഔട്ടർ ആംഗിൾ കണ്ടാൽ 360 ഡിവൈഡ് ചെയ്താൽ വശം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം 180 മൈനസ് 144. അപ്പൊ 180 144 കുറച്ചാൽ എത്രയാടാ? 36 അല്ലേ? ഓക്കെ, 136 വരെ കേട്ടോ. 36 ഡിഗ്രി ആയിരിക്കും. അതായത് 180 കുറച്ചാൽ നമുക്ക് പുറം കോണ് കിട്ടി. പുറം കോണ് കിട്ടിയാൽ ഇനി സിമ്പിൾ അല്ലേ? വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ?
പുറം കോൺ എത്രയാ നിങ്ങൾക്ക് അറിയാം. അതെത്രയാ 36 പുറം കോണ് വന്നിട്ടുള്ളത്. 36 പുറം കോണ് എങ്കിൽ നിങ്ങൾ പറ, 36 പുറം കോണ് എങ്കിൽ 360. എവിടുന്ന ഈ 360 ഈ 36 കൊണ്ട് ഹരിച്ചാൽ മതി. ഈ ഒരു സോറി എവിടെയോ പോയി മോനെ പോയി. എവിടുന്ന ഈ 360 കിട്ടിയറിയോ? ആകെ പുറം കോണുകളുടെ തുക, ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾ, ദാറ്റ് ഈസ് 360. ഇത് വെട്ടിക്കോ 36 1, ഈ 0 കൂടെ അങ്ങോട്ട് ചേർത്താൽ മതി. നമ്മുടെ ഉത്തരം 360 36 10 ഉണ്ടാവും കേട്ടോ. നമ്മുടെ 10 വശങ്ങളുള്ളതാണ്. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യന്? അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം കൂടെ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്. നമുക്ക് വേഗം ഒന്ന് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാക്കാം കേട്ടോ. ചോദ്യം വായിച്ചു നോക്കാം. ഒരു സമബഹുഭുജത്തിന്റെ പുറം കോണ് 40. ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് പുറം കോണ് തന്നിട്ടുണ്ടല്ലോ. ഇനി പുറം കോണ് കാണണ്ടോ? ഔട്ടർ ആംഗിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഔട്ടർ ആംഗിൾ കാണ് എന്ന് പറയൂല, പുറം കോണ് കാണ് എന്ന് പറയൂല. പക്ഷെ ഇവിടെ ചോദ്യം എന്താ നോക്കും. ഇവിടെ ചോദ്യം അതിന്റെ വശങ്ങളുടെ എണ്ണം കണക്കാക്കുക. നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്പർ ഓഫ് സൈഡ്സ് ഔട്ടർ ആംഗിളും ആയിട്ടാണ് കണക്റ്റഡ്. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം സമം എത്രയുടെ ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക. എപ്പോഴും 360 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഒരു പുറത്തുള്ള കോൺ എത്രയാണ്? 40 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 360 ഡിവൈഡ് ബൈ 40, 0 വെട്ടി 36 4 9 തവണ, അതായത് 9 വശങ്ങൾ എന്തുണ്ടാവും? ആ ഒരു സാധനത്തിന് 9 വശങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മുടെ അത്തരം കിടിലമാടാ. ഓക്കെ, അപ്പൊ കമന്റ് സെക്ഷനിൽ കിടിലെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേക്കടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തു, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി എക്സാം ഒക്കെ കഴിഞ്ഞ സാറോട് പറയാൻ മറക്കരുത്. ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ID. ഈ ID-യിൽ സാർക്ക് എന്ത് ചെയ്യുക, സാറെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സാറോട് നേരിട്ട് പറയാം. ഒരുപാട് പേര് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ സാറോട് എക്സാം കഴിഞ്ഞ് നിങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സാറോട് സംസാരിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാ മറക്കരുത്. സാറോട് പറയാനും കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടാനും. അപ്പം പരീക്ഷ കഴിഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതണം. എൻ്റെ ചങ്കിന്റെ കരലായ മക്കളാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.